സംവിധാന സഹായിയായി കരിയർ ആരംഭിച്ച് പിന്നീട് നിരവധി ചിത്രങ്ങളിൽ സഹനടനായി അഭിനയിച്ച ശേഷം നായകനിരയിലേക്ക് ഉയർന്ന താരമാണ് ഷൈൻ ടോം ചാക്കോ. താരത്തിന്റെ മികച്ച അഭിനയവും കരുത്തുള്ള കഥാപാത്രങ്ങളും പ്രേക്ഷകർ സ്വീകരിച്ചു തുടങ്ങിയതോടെ യുവനായകന്മാരിൽ താരം ശ്രദ്ധേയനായി. ഇപ്പോൾ മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലുമടക്കം തിളങ്ങി നിൽക്കുന്ന താരം കൂടിയാണ് ഷൈൻ. താരത്തിന്റെ പേര് അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞത് ലഹരി ഉപയോഗത്തിന്റെ പേരിലായിരുന്നു. യുവതലമുറയിലെ താരങ്ങൾക്ക് ലഹരി അടിമപ്പെടുന്നു എന്ന വാർത്ത വിവാദമായതിനു പിന്നാലെ ഷൈനിന്റെ പേരിലും ഒരു കേസ് വന്നു. ഇപ്പോഴിതാ ലഹരി ഉപയോഗം നിർത്തിയതിൽ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടെന്ന് പറയുകയാണ് ഷൈൻ ടോം ചാക്കോ. നേരത്തെ ഉണ്ടായിരുന്ന ശീലങ്ങൾ മാറ്റാൻ ഡോക്ടർ പറഞ്ഞെന്നും അത് പിന്തുടർന്നാണ് വിഡ്രോവൽ സിംറ്റംസിനെ കൈകാര്യം ചെയ്യുന്നതെന്നും ഷൈൻ പറഞ്ഞു. എല്ലാ അടിയും ഞാൻ നിർത്തി. വിഡ്രോവൽ സിംറ്റംസ് ഉണ്ട്. ആദ്യമൊക്കെ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുമുണ്ടായിരുന്ന ശീലങ്ങളാണ്. ഇടയ്ക്ക് പോയി പുകവലിക്കുക. ഇപ്പോൾ ഡബ്ബ് ചെയ്യുന്ന സമയത്ത് ഈ ശീലങ്ങളൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ആ സമയം നമ്മൾ എൻഗേജ്ഡ് ആക്കിയിരിക്കണം. അത് ഗെയിംസിലേക്ക് തിരിച്ചുവിടാനാണ് ഡോക്ടർമാർ പറയുന്നത്. അങ്ങനെ ഞാൻ അരമണിക്കൂർ ടെന്നീസ് കളിച്ചു. അത് കഴിഞ്ഞ് ഡബ്ബ് ചെയ്തു. അത് കഴിഞ്ഞ് അരമണിക്കൂർ ക്രിക്കറ്റ് കളിച്ചു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് കൂടുതലായിട്ട് വരും. ഡ്രഗ് എന്ന് പറയുന്നത് ഒരു കമ്പാനിയനാണല്ലോ. ഇപ്പോൾ എല്ലാവരുടെ കമ്പാനിയനും മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. അതൊരു കമ്പാനിയനാണല്ലോ. അതായത് നമ്മുടെ പാർട്ട്ണറിനേക്കാൾ വലിയ കമ്പാനിയനാണ് നമ്മുടെ ശീലങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും. ആ സ്പേസിനെ എൻഗേജ്ഡ് ആക്കി നിർത്തിക്കൊണ്ടിരിക്കണം. എന്നേക്കാളും മയക്കുമരുന്ന് ഉപയോഗത്തിൽ ബുദ്ധിമുട്ടിയത് എനിക്ക് ചുറ്റുമുള്ളവരാണ്. അവതാരകനും ബ്ലോഗറുമായ കാർത്തിക് സൂര്യയുടെ പോഡ്കാസ്റ്റിലാണ് ഷൈൻ ടോം മനസ്സ് തുറന്നത്. വാഹനാപകടത്തിൽ പിതാവ് മരണപ്പെട്ടതിനു ശേഷം ഷൈൻ ടോമിൻ്റെതായി പുറത്തിറങ്ങുന്ന ആദ്യ ഇന്റർവ്യൂ ആണിത്. അപകടത്തിന് 5 ദിവസം മുൻപാണ് ഇന്റർവ്യൂ ഷൂട്ട് ചെയ്തത്. ഈ മാസം 6-നാണ് ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. സേലം ബംഗളൂരു ദേശീയപാതയിൽ വെച്ച് ഇവർ സഞ്ചരിച്ച വാഹനം ലോറിയുടെ പിന്നിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഷൈനിനെയും കൊണ്ട് ബംഗളൂരുവിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്കുള്ള യാത്രക്കിടെ ഉണ്ടായ അപകടത്തിൽ പിതാവും മരണപ്പെട്ടിരുന്നു. അച്ഛന് കൊടുത്ത വാക്കിനു വേണ്ടി ഷൈൻ എല്ലാ ലഹരി ഉപയോഗവും നിർത്തി തിരിച്ചു വരണം എന്നാണ് ആരാധകരിൽ ഏറെ പേരും പറയുന്നത്.